പറയുന്നത്. ഏറ്റവും ആദ്യത്തെ ഋഗ്വേദത്തിലെ ഏറ്റവും ആദ്യത്തെ മന്ത്രവും ഋക്കും അഗ്നിയെ തന്നെയാണ് സംബോധന ചെയ്യുന്നത്. അവിടെ അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവം ഋത്വിജം ഹോതാരം രത്നധാതമം എന്നാണ് അവിടെ പറയുന്നത്. ആ അഗ്നിയെ തന്നെ വിളിച്ചുകൊണ്ട്, അപ്പൊ അഗ്നി എന്താണ്? ഊർജമാണ്. ഊർജമില്ലാതെ ഈ ഭൂമിയിൽ ഒരു ജീവിക്കും നിലകൊള്ളാൻ കഴിയില്ല, ജീവിക്കാൻ കഴിയില്ല. ഊർജം വേണം. അത് സ്ഥാവരമായിക്കൊള്ളട്ടെ, ജംഗമമായിക്കൊള്ളട്ടെ. ജംഗമം എന്ന് പറയുന്നത് നമ്മളൊക്കെ ചരിക്കുന്നവരാണ്, നടക്കുന്നവരാണ്. അപ്പൊ ചരങ്ങളോ അചരങ്ങളോ ആയിക്കൊള്ളട്ടെ, അചരങ്ങൾക്കും എന്ത് വേണം? ഊർജം എല്ലാറ്റിനും ആവശ്യം. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ അഗ്നിയെ സംബോധന ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമായി വർത്തിക്കുന്നത് അഗ്നിയാണ്. ആ അഗ്നിയെ സംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത് ആദ്യത്തെ മന്ത്രം പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അഗ്നിയെ തന്നെ സംബോധന ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇത് പറയുന്നത്. എന്താണ് പറയുന്നത്? സംസമിദ്യുവസേ വൃഷൻ അഗ്നേ. ഹേ അഗ്നേ, അല്ലയോ അഗ്നി, എല്ലാ ഊർജവും നമുക്ക് നൽകുന്നവനായ, എല്ലാ ഊർജത്തിന്റെയും സ്വരൂപമായിട്ടാണ് അഗ്നിയെ കാണുന്നത്. അഗ്നേ, നീ എന്താണ് ചെയ്യുന്നത്? ആ എന്ന ആദ്യം തുടങ്ങിയിട്ടുണ്ട്. ആ യുവസേ, ആയോജനം ചെയ്യുന്നു. എന്തിനെയാണ് അങ്ങ് ആയോജനം ചെയ്യുന്നത്? ഞങ്ങളിലേക്ക് എത്തിക്കുന്നത്, ഞങ്ങൾക്കായി എത്തിച്ചു നൽകുന്നത് എന്താണ് അങ്ങ്? വൃഷൻ അഗ്നേ, അങ്ങ് വൃഷൻ ആണ്. വൃഷൻ എന്ന് പറഞ്ഞാൽ വർഷിക്കുന്നവൻ, എല്ലാ ഊർജത്തെയും വർഷിക്കുന്നവൻ. അങ്ങ് എന്ത് ചെയ്യുന്നു? ആ യുവസേ, ആയോജനം ചെയ്യുന്നു. എല്ലാ ഐശ്വര്യങ്ങളെയും എല്ലാ ഊർജത്തെയും അവിടുന്ന് ഞങ്ങൾക്ക് തരുന്നു. അങ്ങനെയുള്ള അഗ്നേ, അങ്ങനെ എന്താണ് ചെയ്യുന്നത്? ഇളസ്പദേ സമിധ്യസേ, അങ്ങ് ഇളസ്പദേ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അങ്ങ് അങ്ങേക്ക് യുക്തമായ ഏറ്റവും ഉയർന്ന വേദിയിൽ അങ്ങ് യജമാനന്മാരാൽ ഇവിടെ വർദ്ധിപ്പിക്കപ്പെടുന്നു. അഗ്നിയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അഗ്നിയെ സാധാരണ അഗ്നിയാധാനം ചെയ്ത ഗൃഹസ്ഥന്മാരുണ്ട്. ദക്ഷിണാഗ്നി, ഗാർഹവത്യാഗ്നി, ആഹവനീയാഗ്നി, ഇങ്ങനെ 3 വിധത്തിലുള്ള അഗ്നികളെ സംരക്ഷിക്കുന്നവരാണ് ശരിക്കും ഗൃഹസ്ഥന്മാര്. അപ്പൊ അങ്ങനെയുള്ള അഗ്നിയെ എന്താണ്? അതിന് അർഹമായ ഉയർന്ന കുണ്ടങ്ങളിൽ ഈ അഗ്നിയെ ഞങ്ങൾ എന്താണ് ഇവിടെ ഈ ഭൂമിയിൽ ഞങ്ങൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ